പക്ഷെ അതെല്ലാം വിട്ട് ഭഗവാന്റെ മണ്ണിൽ അഭയം തേടാനുള്ള റീസൺ മനഃശാന്തി. ഇവിടെ ഉണ്ടാകുന്ന ജയ് സായിറാം, ഓം സായിറാം, സായിറാം എന്ന അഭിവാദ്യം ചെയ്യുന്നത് ഒരു പരമ പവിത്ര പാവനമായ ഒരു സംഗതിയാണ്, ഒരു വേടാണ്. ഈ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം, എൻ്റെ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം, ഞാനിങ്ങനെ ഭഗവാന്റെ തിരുനാമങ്ങൾ, ഭഗവാന്റെ എനിക്ക് തന്നിട്ടുള്ള ബ്ലെസ്സിങ്സ് ഞാൻ നിരവധി പേർക്ക് പങ്കുവെക്കാറുണ്ട്. വളരെ കുറച്ച് കാലങ്ങളായിട്ടേ ഉള്ളൂ ഞാനിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഭഗവാൻ എന്നെ ഇവിടെ എത്തിച്ചതാണ്. എന്തുകൊണ്ടെന്നാൽ സേവ. മനസ്ഫൂർത്തിയായിട്ട് നമ്മളുടെ മനസ്സുമായിട്ട് ഇണങ്ങിച്ചേർന്ന് സഹജീവികൾക്ക് സ്നേഹം കൊടുക്കുക, സഹജീവികൾക്ക് സേവ ചെയ്യുക എന്ന് ഭഗവാൻ എപ്പോഴും പറയാറുണ്ട്. ആ സഹജീവ സേവയ്ക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ കണ്ട് അറിഞ്ഞ് കേട്ടു വന്നതാണ്. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് പോകണമെന്നേ ഇല്ല. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എനിക്ക് ഇവിടുത്തെ മണ്ണിൽ ലയിച്ചാൽ കൊള്ളാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. ശിഷ്ടകാലം, എൻ്റെ ജീവിതാന്തം മൊത്തം ഇവിടെ ഉണ്ടാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം അത്രയ്ക്ക് പരിശുദ്ധവും പരിപാവനവുമായ മണ്ണാണിവിടെ. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഭക്തി എന്ന് പറയുന്നത് ഒരു 50% പോലും ഇല്ല. പക്ഷേ 85 years, 75 years, 95 years, ഹാൻഡിക്യാപ്ഡ് പേഴ്സൺസ് എല്ലാവരും, എല്ലാവരും ഇവിടെ വന്ന് കൈകൂപ്പി നമസ്കരിച്ച് സാഷ്ടാംഗ പ്രണാമം ചെയ്യുമ്പോൾ ഞാൻ അത്ഭുതത്തോടെ നോക്കിയിരിക്കാറുണ്ട്. എൻ്റെ ഭക്തി ഒന്നുമല്ല ഭഗവാന്റെ അടുത്ത്, എൻ്റെ ഭക്തി ഒന്നുമല്ല സ്വാമിയുടെ അടുത്ത്. അവരുടെ ഭക്തിയെ ഡിപ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ വെറും ശിശുവാണ്, ഐ എം എ ചൈൽഡ്. കാരണം ഞാൻ ഭഗവാനെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഭഗവാന്റെ ഇവിടുത്തെ ഓരോ രീതികളും ഓരോ അനുഭവങ്ങളും. ഇന്നലെ തന്നെ ഇവിടെ തൊട്ടടുത്തുള്ള സമിതി, സമിതികളുണ്ട് ഇവിടെ. ആ സമിതിയിൽ പല്ലക്ക് സേവ എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട്. ദശാവതാരം, ഭഗവാന്റെ ബർത്ത്ഡേക്ക് 9 ദിവസത്തിന് മുമ്പ് ദശാവതാരം എന്ന് പറയുന്ന ചടങ്ങ് അവിടെ ആഞ്ജനേയ കോവിലിൽ നിന്ന് തുടങ്ങി ഭഗവാന്റെ ഇവിടെ തിരുസന്നിധിയിലേക്ക് വരാറുണ്ട്.